സോ നമുക്ക് ചാപ്റ്റർ 3ലേക്ക് മൂവ് ചെയ്യാം. ഇത് യൂണിറ്റ് 1ന്റെ പാർട്ട് 3 ആയി വീഡിയോ ആണ്. എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസിൻ്റെ. സോ ഇതിൽ ഓൾട്ടർനേറ്റീവ് തോട്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഓൾട്ടർനേറ്റീവ് ആണ്. ഇത് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പകരം സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് അപ്രോച്ചസ്. അപ്പോൾ അതിന് പല ഫിലോസഫിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു ആൾട്ടർനേറ്റീവ് തോട്ടിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഉയർന്നു വന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ, പലർക്കും ഈ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തോന്നിയിട്ടുള്ള ഒരു അതൃപ്തി അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ കാരണമാണ് ഇങ്ങനെ ഒരു തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒരു ലേണർ സെൻറ്റേഡ് അപ്രോച്ച് വേണം എന്നുള്ളൊരു ആവശ്യകതയുടെ പുറമെയാണ് ഇത് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു യൂണിഫോം, അതായത് യൂണിഫോം എഡ്യൂക്കേഷൻ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണമെന്ന് ശഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ അല്ല. ഇതിൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും മെത്തേഡ്സിലാണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഫോർമൽ എന്ന് പറയാം, ഇൻഫോർമൽ എന്ന് പറയാം, സെമി ഫോർമലും ആവാം. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് നീഡ്സ് ആണ്. അതുപോലെ തന്നെ ലേണിങ്ങിൽ ഫ്രീഡവും ക്രിയേറ്റിവിറ്റിക്കും സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫോംസിൽ ചാർട്ടർ സ്കൂൾസ് വരാം, ഓൾട്ടർനേറ്റീവ് സ്കൂൾസ് വരാം, ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസ് വരാം, ഈവൻ ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ലേണിംഗ് വരെ വരാം. അപ്പോൾ ഇതിന് ഒരു ഫോർമൽ സിസ്റ്റത്തിൻ്റെ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്, ഉള്ളിൽ നിന്നും പുറത്തു നിന്നും അതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഫോക്കസ് ചെയ്യുന്നത് സ്മോൾ ക്ലാസ് സൈസ് ആണ്. അതായത് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കിട്ടും, ക്ലോസ് ആയിട്ടുള്ള ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടും, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് കമ്മ്യൂണിറ്റി കിട്ടും. ഇവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കരിക്കുലം ആൻഡ് മെത്തേഡ്സ് ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത് മീനിങ് ആണ്, എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. ഇനി ഇവാൻ എലിച്ച് ആൻഡ് ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിതിൽ നോക്കുന്ന ഫസ്റ്റ് വൺ. സോ ഇവാൻ എലിച്ച് വാസ് ബോൺ ഇൻ 1926 ആൻഡ് ഡൈഡ് ഇൻ 2002. അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്രിട്ടിക് ആൻഡ് തിങ്കർ ആണ്. വിയന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. തിയോളജി ആൻഡ് ഫിലോസഫി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ PhD ഉണ്ട്. ലേറ്റർ ഓൺ ഹിം ഗോട്ട് മൈഗ്രേറ്റഡ് ടു USA. അവിടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, വൈസ് റെക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ട്രാവൽഡ് വൈഡ്ലി ഇൻ സൗത്ത് അമേരിക്ക. അങ്ങനെയാണ് പല സോഷ്യൽ റിയാലിറ്റീസും അദ്ദേഹം മനസ്സിലാക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് മൾട്ടി ലിംഗ്വൽ എബിലിറ്റി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നേറ്റീവ് ലെവൽ നോളജ് ഉണ്ട്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ. അദ്ദേഹം മറ്റ് പല ഭാഷകളും ലേൺ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് പോർച്ചുഗീസ്. അതുപോലെ തന്നെ ഹിസ്റ്റോളജി ആൻഡ് ക്രിസ്റ്റലോഗ്രാഫി ഒക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് CIDOC 1961. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ ഇന്റർ കൾച്ചറൽ ഡോക്യുമെന്റേഷൻ, മെക്സിക്കോയിലാണ്. ഇതിൻ്റെ പർപ്പസ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്, എസ്പെഷ്യലി ഫോർ മിഷണറീസ് ആണ്. പിന്നീട് ഇത് എന്തായി? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സെൻറ്ററായിട്ട് മാറിയിട്ടുണ്ട്. ലേറ്റർ വർക്ക് പറയുകയാണെങ്കിൽ 1964 ഓൺവേർഡ്സ് അദ്ദേഹം റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓൾട്ടർനേറ്റീവ്സ് ഇൻ എ ടെക്നോളജിക്കൽ സൊസൈറ്റി. അപ്പോൾ ഇതിനെ എന്തിൻ്റെ ഒരു സ്ട്രോങ് വ്യൂ ആയിട്ടാണ്, അല്ലെങ്കിൽ എന്തിനെതിരെയാണ് ഒരു സ്ട്രോങ് വ്യൂ ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡോമിനേഷന് എതിരാണ് ഇത് മെയിനായിട്ടും ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം 2002 മരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ മെയിൻ പബ്ലിക്കേഷൻസിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് റാഡിക്കൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ഡീസ്കൂളിംഗ് സൊസൈറ്റി. 1971 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മറ്റ് വർക്ക്സ് നോക്കുകയാണെങ്കിൽ സെലിബ്രേഷൻ ഓഫ് അവയർനെസ്, ടൂൾ ഫോർ conviviality, energy and equity, limits to medicine, the right to useful unemployment, shadow work. ഇനി എഡ്യൂക്കേഷണൽ ഐഡിയാസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡീസ്കൂളിംഗ് സൊസൈറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡീസ്കൂളിംഗ് സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. 1971 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മോഡേൺ സ്കൂളിംഗ് സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെസസിറ്റി, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചും ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മെയിൻലി സ്കൂൾസ് ത്രൂ ആണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ അത് ഇൻ മോഡേൺ എക്കണോമീസ് അതിൻ്റെ പ്രോബ്ലംസും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എഡ്യൂക്കേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം സ്കൂൾസ് പ്രൊമോട്ട് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ലേണിംഗ് ആണ്, വിച്ച് മീൻസ് എല്ലാവർക്കും ഒരേ ലെവലിലുള്ള നോളജ് ആണ് കൊടുക്കുന്നത്. ഒരു യൂണിഫോം കരിക്കുലമാണ്. ഇപ്പോൾ NCERTയുടെ കീഴിൽ പഠിക്കുന്ന എല്ലാവരും ഒരേ, ഏതൊക്കെ സ്കൂളുകളാണെങ്കിലും ദേ ആർ ഫോളോയിങ് ദ സെയിം സ്ട്രക്ചർ. NCERTയുടെ കീഴിൽ പഠിക്കുന്ന എല്ലാ സ്കൂളുകളും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സെയിം കരിക്കുലം തന്നെയാണ് അവർ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ പല ഇൻഡിവിജ്വലിനും അവരുടേതായ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, ഡിഫറൻസസ് ഉണ്ടാവും. ഇതിനൊക്കെ കംപ്ലീറ്റ്ലി
ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? സർട്ടിഫിക്കേഷൻ ആണ് റാദർ ദാൻ റിയൽ ലേണിംഗ്. ഇനി എന്താണ് ഇതിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ്? അപ്പോൾ ഫോർമൽ സ്കൂളിംഗ് ഒരിക്കലും ട്രൂ നോളേജ് ഓർ സ്കിൽസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്, വളരെയധികം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട് ഫോർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനായിട്ട്. ഇപ്പോൾ യൂണിവേഴ്സൽ സ്കൂളിങ്ങിന് ഇല്ലിച്ച് എതിരാണ്. ബിക്കോസ് ഈ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഭയങ്കര അൺറിയലിസ്റ്റിക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എല്ലാവരും ഒരു സെയിം സ്കൂൾ സ്ട്രക്ചറാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും അതൊരു ഫെയിലിയർ ആവാൻ കാരണം ഇഫ് ദേ ഫോളോ ദ സെയിം സ്കൂൾ സ്ട്രക്ചർ. അപ്പോൾ സ്കൂളിങ്ങിന് ഒരിക്കലും എല്ലാ ലേണേഴ്സിൻ്റെയും നീഡ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഫോക്കസ് കൊടുത്തിരിക്കുന്ന ലേണർ ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസിനാണ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഇനീഷ്യേറ്റഡ് ആയിരിക്കും, സ്വയം താല്പര്യപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും, സെൽഫ് ബേസ്ഡ് ആയിരിക്കും. അല്ല, ഇപ്പം നമ്മൾ പറയും ചില കുട്ടികൾ ക്ലാസ്സിൽ പുറകിലാണ്, ഇവർക്ക് മറ്റുള്ളവരൊപ്പം എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഫോർമൽ സ്കൂളിങ്ങിൽ അതിന് ഫോക്കസ് കൊടുക്കുന്നില്ല. പക്ഷേ ഈ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ഓരോരുത്തർക്കും അവരുടേതായ പേസിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റും. ക്യൂരിയോസിറ്റിയും ഇൻട്രൻസിക് മോട്ടിവേഷനും ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേണിങ്ങിന് മറ്റൊരു മെത്തേഡാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ഇവിടെ ലേണിംഗ് നടക്കുന്നത് സോഷ്യൽ റിലേഷൻഷിപ്സിലൂടെയും കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ്. ഇവിടെ നോളജും എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊളാബറേറ്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ഇനി ഇൻഫോർമൽ ലേണിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലേണിംഗ് നടക്കുന്നത് ഔട്ട്സൈഡ് ദ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ലേണിംഗ് ത്രൂ എവറിഡേ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ എഡ്യൂക്കേഷൻ കുറച്ചുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്, ആക്സസിബിൾ ആണ്. ഇനി എന്തുകൊണ്ടാണ് വി മസ്റ്റ് ഡി എസ്റ്റാബ്ലിഷ് സ്കൂളിനെ നമ്മൾ എന്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യണം, ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺട്രോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സ്കൂളിനെ ഒരു മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കാണാം. ആൻഡ് വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ കൺട്രോളിങ് ദ ഇൻഡിവിജ്വൽസ്. അതുപോലെ തന്നെ ദേ ആർ ഷേപ്പിംഗ് ദ പീപ്പിൾ ഓർ ദ ഇൻഡിവിജ്വൽസ് ടു ഫിറ്റ് ഇൻ ടു എക്സിസ്റ്റിംഗ് സോഷ്യൽ സിസ്റ്റം. ഇന്ന് നിലനിൽക്കുന്ന സിസ്റ്റത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ പലപ്പോഴും ഷേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഒബീഡിയൻസ് ആൻഡ് കൺഫോമിറ്റി. പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നോളേജ് എന്ന് പറയുന്നത് പാക്ഡ് നോളേജ് ആണ്. ഇവിടെ എഡ്യൂക്കേഷൻ പ്രീ ഡിസൈൻഡ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഇവിടെ ലേണേഴ്സ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു നോളജിനെ കൺസ്യൂം ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് റിയൽ എക്സ്പീരിയൻസ്. അപ്പോൾ അത് പലപ്പോഴും ക്രിയേറ്റിവിറ്റിയെയും ഒറിജിനാലിറ്റിയും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിപ്പെൻഡൻസി ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ഓൺ സ്കൂൾസ് ആണ് ഫോർ ലേണിംഗ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത് ഓൺലി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് നമ്മളൊരു സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രമേ അതൊരു പഠനമാവുന്നുള്ളൂ എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെൽഫ് ലേണിംഗ് എബിലിറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. മറ്റൊന്ന് എഡ്യൂക്കേഷനിലെ കൺസ്യൂമറിസം ആണ്. അതായത് ഒരു കൊമോഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പോലെയാണ് എഡ്യൂക്കേഷനെ ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ആരാണ്? ദേ ആർ ദ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. ഇവിടെ കോമ്പറ്റീഷനും മെറ്റീരിയൽ വാല്യൂസും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ. പലപ്പോഴും സ്കൂൾസിലൂടെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ സോഷ്യൽ ക്ലാസ്സും അയാൾക്ക് ലഭിക്കാവുന്ന റിസോഴ്സസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ റിയൽ ലേണിങ്ങിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? സർട്ടിഫിക്കറ്റ്സിലും ഗ്രേഡ്സ് ആൻഡ് എക്സാംസിലാണ്. പലപ്പോഴും പ്രാക്ടിക്കൽ നോളേജ്, ലൈഫ് സ്കിൽസിനെയൊക്കെ അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇല്ലിച്ചിൻ്റെ ആൾട്ടർനേറ്റീവ് വിഷനിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. അതായത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം സ്കൂൾ കൺട്രോൾ. എന്തിനെ പ്രൊമോട്ട് ചെയ്യണം? ഓപ്പൺ ലേണിംഗ് നെറ്റ്വർക്ക്സിനെ പ്രൊമോട്ട് ചെയ്യണം, സ്കിൽ ഷെയറിംഗ് സിസ്റ്റംസിനെ പ്രൊമോട്ട് ചെയ്യണം, ലൈഫ് ലോങ് ലേണിങ്ങിനെയും ഈക്വൽ ആക്സസ് ടു നോളജിനെയും എൻകറേജ് ചെയ്യണം. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ഗോൾ ഓഫ് ഡി സ്കൂളിംഗ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക. അവിടെ ലേണിംഗ് ഫ്രീ ആണ്, ഫ്ലെക്സിബിൾ ആണ് ആൻഡ് ആക്സസിബിൾ ടു ഓൾ. അവിടെ ഫ്രീ ആയിട്ടും സുഗമമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ലേണിംഗ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലാണ്, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺട്രോളിലല്ല. അടുത്തത് ദ ഫിനോമിനോളജി ഓഫ് സ്കൂൾ. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വിചാരിക്കും ഇതാണ് ചൈൽഡ്ഹുഡ്, ദിസ് ഈസ് ദ മീനിങ് ഓഫ് ചൈൽഡ്ഹുഡ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ് ചൈൽഡ്ഹുഡ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അത് ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള ഒന്നല്ല, അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, അത് മോഡേൺ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത ഒന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ടു ജസ്റ്റിഫൈ ദ കമ്പൽസറി ആൻഡ് ഏജ് സ്പെസിഫിക് സ്കൂളിംഗ്. ഇപ്പോൾ ചിൽഡ്രൻ അഡൽട്സിൽ നിന്നും സെപ്പറേറ്റഡ് ആവുന്നു, അവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺട്രോളിൽ
കൊണ്ടുചെന്ന് ഇരുത്തുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നാച്ചുറലി ദേ വിൽ ലേൺ ഹൗ ടു സബ്മിറ്റ് ടു ദ അതോറിറ്റി. സ്കൂൾസിൽ നമ്മൾ എന്തിനാണ് കുട്ടികളെ ചേരുന്നത്? അക്സെപ്റ്റ് ദി അതോറിറ്റി വിത്തൗട്ട് ക്വസ്റ്റനിങ്. ഒരു ചോദ്യവും ചോദിക്കാതെ ഉന്നയിക്കാതെ ആ അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക. റൂൾസും ഡിസിപ്ലിനും ആ ഹൈറാർക്കിയും അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു ഹാബിറ്റ് ഓഫ് ഡിപ്പെൻഡൻസ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ലൈഫാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ടീച്ചറുടെ റോൾ എന്താണ്? ടീച്ചർക്ക് ഇവിടെ മൾട്ടിപ്പിൾ റോൾസ് ഉണ്ട്. 3 മേജർ റോൾസ് ആണ് ആസ് ഫാർ ആസ് ഇറ്റ് ഈസ് കൺസേൺഡ് എ ടീച്ചർ പ്ലേസ്. ഫസ്റ്റ് വൺ ഈസ് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പ്രധാന പരിപാടി ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക. തെറാപ്പിസ്റ്റ് ആണ്. ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ ആൻഡ് ഇമോഷൻസിനെ ഷേപ്പ് ചെയ്യുക. പ്രീച്ചറാണ്. വാല്യൂസും നോംസും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് കൺട്രോളർ ഓഫ് നോളജ് ആൻഡ് ബിഹേവിയറായി മാറുന്നു. ഇനി എന്തൊക്കെയാണ് സ്കൂളിൻ്റെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കൂൾസ് സെവറൽ നോൺ എഡ്യൂക്കേഷണൽ റോൾസും പ്ലേ ചെയ്യുന്നുണ്ട്. അല്ല, ആദ്യത്തേതാണ് ക്രഷ് ഫംഗ്ഷൻ, അതായത് കുട്ടികൾക്ക് എന്ത് കൊടുക്കുക? ചൈൽഡ് കെയർ കൊടുക്കുക. രണ്ടാമത്തത് സോഷ്യലൈസേഷൻ, സോഷ്യൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുക. മൂന്നാമത്തത് എക്കണോമിക് ഫംഗ്ഷൻ, കീപ്സ് ചിൽഡ്രൻ ഔട്ട് ഓഫ് ദ ലേബർ ഫോഴ്സ്. അടുത്തത് മോറൽ ട്രെയിനിങ്, ഒബീഡിയൻസ് ആൻഡ് കൺഫോമിറ്റി കൊടുക്കുക. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് കൺസ്യൂമറിസം ആൻഡ് അതോറിറ്റിയാണ്. പിന്നെ കോൺട്രാഡിക്ഷൻ ഇൻ സ്കൂളിംഗ് നോക്കുകയാണെങ്കിൽ സ്കൂൾസ് പലപ്പോഴും പറയും ഡെമോക്രസിയും ഫ്രീഡത്തിനും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? കൺട്രോളിലൂടെയും റൂൾസിലൂടെയും അതുപോലെ തന്നെ പണിഷ്മെന്റിലൂടെയാണ്. ഇവിടെ തന്നെ നമുക്കൊരു വിരോധാഭാസം നമുക്ക് കാണാം. ഡെമോക്രാറ്റിക് ഐഡിയൽസ് വേഴ്സസ് അതോറിറ്റേറിയൻ പ്രാക്ടീസസ്. പിന്നെ എഡ്യൂക്കേഷനിൽ ഇൻഇക്വാലിറ്റി ഉണ്ട്. കാരണം എഡ്യൂക്കേഷൻ പ്രോമിസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മൊബിലിറ്റിയും ഇക്വാലിറ്റിയും ഒക്കെ. പക്ഷെ റിയാലിറ്റിയിൽ ന്യൂ ഫോംസ് ഓഫ് ഇൻഇക്വാലിറ്റി ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പലപ്പോഴും പുവർ ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഗ്രൂപ്പിന് വളരെ കുറച്ച് ബെനിഫിറ്റ് മാത്രമാണ് ഈ സ്കൂളിങ്ങിൽ നിന്ന് കിട്ടുന്നത്. സോ എഡ്യൂക്കേഷൻ എന്തിനുള്ള ടൂളായിട്ട് മാറുന്നു? ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് അത് മാറുന്നു. സോ ഒരു സമൂഹത്തിലെ ആളുകളെ പല നിലകളായി തിരിക്കുന്നതിനാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റിച്വലൈസേഷൻ ഓഫ് പ്രോഗ്രസ്, അതായത് ഇവിടെ എഡ്യൂക്കേഷൻ ഒരു റിച്വലൈസ്ഡ് സിസ്റ്റമാണ്. ഇവിടെ ഗ്രേഡ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇയേഴ്സ് ഓഫ് സ്കൂൾ ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഗ്രസ് മെഷർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിലീഫാണ്. എത്രത്തോളം നമ്മൾ സ്കൂളിങ് ചെയ്യുന്നു അത്രയും നോളജും സക്സസും കിട്ടും. പക്ഷെ സ്കൂളിങ്ങിലൂടെ ഒരിക്കലും നമുക്കൊരു സ്കില്ല് മനസ്സിലാക്കാൻ അതിനെ സ്വായത്തമാക്കാനോ സാധിക്കുന്നില്ല. ഫോർമലൈസേഷൻ ഓഫ് ലേണിംഗ്, ലേണിംഗ് എന്താവുകയാണ്? ഇവിടെ ഫോർമൽ പ്രൊസീജിയേഴ്സും റുട്ടീൻസുമാണ്. ഒരു ഫിക്സഡ് കരിക്കുലം ആൻഡ് ഷെഡ്യൂൾസ് ആണ്. റിയൽ ലൈഫ് ലേണിംഗ് എക്സ്പീരിയൻസിനെ ഒക്കെ അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് സക്സസ് ആണ്. ഇത് കോമ്പറ്റീഷനെയാണ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നത് റാദർ ദാൻ ലേണിംഗ്. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഒന്നും കുട്ടികൾക്ക് ശരിക്കും സംഭവിക്കുന്നില്ല. എഡ്യൂക്കേഷനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കൊമോഡിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ടു ബി കൺസ്യൂമഡ് ആയിട്ടാണ്. നോളജ് പാക്ക് ചെയ്യുന്നത് കോഴ്സസ്, സിലബി, കരിക്കുലം, ടെക്സ്റ്റ് ബുക്സിലൂടെയാണ്. ഇവിടെ ടീച്ചർ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഒരു ആ നോളജ് പാക്കേജസിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ് എന്താണ് അവർക്ക് കിട്ടുന്നത്? ഒരു പ്രീ ഡിസൈൻഡ് കണ്ടന്റ് ക്രിയേറ്റഡ് ബൈ എക്സ്പേർട്സ് ഓർ ടെക്നോക്രാറ്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ കൺസ്യൂമേഴ്സ് ആണ്. ഇവരെങ്ങനെയാണ് നോളജ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത് റാദർ ദാൻ ഹൗ ടു ക്രിയേറ്റ് ഇറ്റ്. ഇനി ക്രെഡൻഷ്യലിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് അറ്റൻഡൻസിനെയും കംപ്ലൈൻസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും ആക്ച്വൽ ലേണിങ്ങിനെയോ കോമ്പിറ്റൻസിനെയോ ബേസ് ചെയ്തിട്ടല്ല. ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസ്യൂമറിസ്റ്റ് മൈൻഡ് സെറ്റ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻഡ് കൺസംഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സ്കൂളിങ്ങും റിയൽ ലൈഫും തമ്മിൽ ആക്ച്വലി ദർ ഈസ് നോ കണക്ഷൻ, അത് ഡിസ്കണക്റ്റഡ് ആണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് എൻകറേജ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ആൻഡ് ഡിപെൻഡന്റ് യൂസ് ഓഫ് സർവീസസ്. ഇത് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് സോൾവിങ് പ്രോബ്ലംസിനെ എപ്പോഴും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നത് ഡ്രഗ്സിലും പ്രിസ്ക്രിപ്ഷൻസിലുമാണ് അല്ലെ. ഒരിക്കലും അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, നാച്ചുറൽ മെത്തേഡ്സിലൊന്നും അത് ഫോക്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സൈക്കോ തെറാപ്പിയും ഒരു കണ്ടിന്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ട്രീറ്റ്മെന്റ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റിയൽ ലൈഫിൽ എങ്ങനെ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അത് റിസർച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പെൻഡൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ചോയ്സിനെ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആളുകൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസിനാൽ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ഇറാഷണൽ കൺസിസ്റ്റൻസീസ് ഉണ്ട്. ഇപ്പൊ ക്രിട്ടിസൈസസ് ദ ബിലീഫ് ദാറ്റ് ലേണിംഗ് ഇസ് എ റിസൾട്ട് ഓഫ് ടീച്ചിങ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്തിനാണ്? ലേണിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് ടീച്ചിങ്. പഠനത്തിലൂടെയാണ് ലേണിംഗ് സംഭവിക്കുന്നത്. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ എക്സ്പീരിയൻസ്, ഇൻട്രാക്ഷൻ ആൻഡ് സെൽഫ് എഫേർട്ട്. അതുപോലെ തന്നെ ലൈഫ് ലോങ് ലേണിംഗിനെയും ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രോഗ്രസീവ് ഐഡിയാസ് ലൈക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ്
ലൈഫ് ലോങ് ലേണിംഗ് എന്താകുന്നുണ്ട്, ഈ ഒരു ഫോമൽ സ്കൂളിങ്ങിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവുന്നുണ്ട്, കൺട്രോൾഡ് ആവുന്നുണ്ട്. അഡൾട്ട് എഡ്യൂക്കേഷനെ ഇതിൽ അഡൾട്ട്സിനെ പോലും ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കുട്ടികളെ പോലുള്ള ലേണേഴ്സ് ആയിട്ടാണ്. പലപ്പോഴും ഓട്ടോണോമി, ഡിഗ്നിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അഡൾട്ട്സിനെയൊക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ലേണിംഗ് വെബ്സിനെ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റമായിട്ടാണ് എലിച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെറ്റ്വർക്സിലൂടെ നടക്കാം. ഇപ്പൊ ടൈപ്സ് ഓഫ് ലേണിംഗ് നെറ്റ്വർക്സ് ആണ്. ഒന്ന് സ്കിൽ എക്സ്ചേഞ്ച് നെറ്റ്വർക്സ്, ഇവിടെ പ്രാക്ടിക്കൽ സ്കിൽസ് പരസ്പരം ആളുകൾ ഷെയർ ചെയ്യാണ്. മറ്റൊന്ന് പിയർ മാച്ചിങ് നെറ്റ്വർക്സ്, ഇവിടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാണ്. റെഫറൻസ് സർവീസസ് ടു എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ എക്സ്പേർട്സിനോട് സ്കിൽഡ് പേഴ്സൺസിനോടുള്ളൊരു ആക്സസ്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു രീതിയാണ് റെഫറൻസ് സർവീസസ്. ഇനി എഡ്യൂക്കേഷണൽ റിസോഴ്സ് നെറ്റ്വർക്ക്സ്, ഇവിടെ ആക്സസ് കിട്ടുന്നത് ബുക്സ്, ടൂൾസ്, ടെക്നോളജി ആൻഡ് ഇൻഫോർമേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ളത്, അതായത് ഇദ്ദേഹത്തിന്റെ ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ബേസ് ചെയ്തിട്ടുള്ളത് ഫ്രീഡം, ഇക്വാലിറ്റി, ആക്സസിബിലിറ്റിയിലാണ്. അതുപോലെ തന്നെ സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗിനാണ് ഇത് എൻകറേജ് ചെയ്യുന്നത്. ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആവശ്യകതയെ തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് റിസോഴ്സസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റിസോഴ്സസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ അല്ല നമ്മൾ കൊടുക്കേണ്ടത്, അത് എല്ലാവർക്കും ഫ്രീലി അവൈലബിൾ ആയിരിക്കണം. ലേണിംഗ് എന്ന് പറയുന്നത് സ്കൂൾസിലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ മാത്രം റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമല്ല, സൊസൈറ്റിക്ക് തന്നെ ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിട്ട് മാറാം. ഇനി ഓക്കെ, അടുത്തതാണ് റീബർത്ത് ഓഫ് എപ്പിമീഥിയൻ മാൻ. എപ്പിമീഥിയൻ എന്ന് പറയുന്നതിന് ആഫ്റ്റർ തോട്ട് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊമെഥിയൻ. അതിനർത്ഥം ബിഫോർ ആക്ടിങ് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ചെയ്തതിന് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് ആ വേർഡിന്റെ അർത്ഥം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. ഇവിടെ പ്രൊമീത്തിയസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സോ ദാറ്റ് പേഴ്സൺ ഈസ് എ സിമ്പിൾ ഓഫ് ടെക്നോളജി, കൺട്രോൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എപ്പിമീത്തിയസോ ഹി ഈസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമൻ വാല്യൂസ്, സിംപ്ലിസിറ്റി ആൻഡ് റിലേഷൻഷിപ്സ്. ഇപ്പൊ ഇവിടെ മോഡേൺ മാൻ എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ് എന്തില്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഫോർ സർവൈവൽ ആൻഡ് ഐഡന്റിറ്റി. അപ്പൊ അവന്റെ ഒരു നേച്ചർ, കമ്മ്യൂണിറ്റി, ഹ്യൂമൻ റിലേഷൻ, ഇതിനൊക്കെ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ എപ്പിമിഥിയൻ ഐഡിയൽ എന്താണ്, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കണം, ഈ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റിജക്ട് ചെയ്യണം. അവർ വാല്യൂ ചെയ്യേണ്ടതാണ് പീപ്പിളിനെയാണ്, മനുഷ്യരെയാണ്, ഓവർ പ്രൊഡക്ട്സ് ആൻഡ് നേച്ചർ ഓവർ ടെക്നോളജി. അത് ഫോക്കസ് ചെയ്യുന്നത് ഹോപ്പില്, റിലേഷൻഷിപ്സില്, സിമ്പിൾ ലിവിങ്ങില്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് മെറ്റീരിയലിസത്തെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡോമിനൻസിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോൾഫോർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഹ്യൂമൻ സെന്റേർഡ് വാല്യൂ ബേസ്ഡ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഓവറോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇലിച്ച് ഈ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എതിരെ വെക്കുന്നത്. അപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻഇക്വാലിറ്റി, ഡിപെൻഡൻസി ആൻഡ് കൺസ്യൂമറിസം ഇൻ സ്കൂളിംഗ് ആണ്. സജസ്റ്റ് ചെയ്യുന്നത് ഡീ സ്കൂളിംഗ് ആൻഡ് ആൾട്ടർനേറ്റീവ് ലേണിംഗ് സിസ്റ്റംസ് ആണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, ലേണർ സെന്റേർഡ് ആയിരിക്കണം. സൊസൈറ്റി ലേണിങ്ങിനെ ത്രൂ നെറ്റ്വർക്ക്സ് ആൻഡ് ഇന്ററാക്ഷനിലൂടെ സപ്പോർട്ട് ചെയ്യണം. എയിം എന്ന് പറയുന്നത് ഹ്യൂമൻ ലിബറേഷൻ, ഇക്വാലിറ്റി ആൻഡ് മീനിങ് ഫുൾ ലേണിംഗ് ആണ്. ഓൾട്ടർനേറ്റീവ് തോട്ട്സിലെ നെക്സ്റ്റ് പേഴ്സൺ ആണ് എവററ്റ് റൈമർ ആൻഡ് സ്കൂൾ ഇസ് ഡെഡ്. സോ എവററ്റ് റൈമർ 1910 to 1998, ഇദ്ദേഹം ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ തിങ്കർ ആൻഡ് ക്രിട്ടിക് ആണ്. ഇദ്ദേഹവും വളരെ ശക്തമായി തന്നെ ട്രഡീഷണൽ സ്കൂളിംഗ് സിസ്റ്റത്തിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ഓൾസോ എ ക്ലോസ് അസോസിയേറ്റ് ആൻഡ് സപ്പോർട്ടർ ഓഫ് ഐവാൻ ഇലിച്ച്. ഇദ്ദേഹത്തിന്റെ ഐഡിയാസും ഡീ സ്കൂളിംഗ് ഫിലോസഫിയും എവററ്റ് റൈമറിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹി ഹാഡ് ഡൈവേഴ്സ് ലൈഫ് എക്സ്പീരിയൻസസ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം അത് അദ്ദേഹത്തിന് റിയൽ വേൾഡ് ലേണിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബിയോണ്ട് ദ ഫോമൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇദ്ദേഹം വേരിയസ് ഫീൽഡ്സിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മാപ്പ് സെല്ലിംഗ്, മാപ്പുകൾ വിൽക്കുക, പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേ ചെയ്യുക, ഗ്രീറ്റിംഗ് കാർഡ്സ് പ്രിന്റ് ചെയ്യുക, ടയർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ഔട്ട്ലുക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ കരിയർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആറ്റോമിക് എനർജി കമ്മീഷൻ. അദ്ദേഹം ഈ ടെക്നോളജിക്കൽ സിസ്റ്റത്തിനോടുള്ള എക്സ്പോഷർ ഇവിടെ നിന്ന് ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർവേ റിസർച്ച് സെന്റർ, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ, വാഷിംഗ്ടൺ റിസർച്ച് സെന്റർ,
മാക്സ്വെൽ സ്കൂൾ, ഇവിടെ നിന്നെല്ലാം അദ്ദേഹത്തിന് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്യൂട്ടോറിക്കൻ കമ്മിറ്റി ഓഫ് ഹ്യൂമണിന്റെ സെക്രട്ടറി ആയിരുന്നു, ഹ്യൂമൻ റിസോഴ്സസിൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഹി വാസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദി അലയൻസ് ഫോർ പ്രോഗ്രസ്, അത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഹി വർക്ക് ക്ലോസ്ലി വിത്ത് ഐവൻ ഇലിച്ചുമായിട്ട് ഭയങ്കര കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അറ്റ് CITOC, സെന്റർ ഫോർ ഇന്റർകൾച്ചറൽ ഡോക്യുമെന്റേഷൻ ഇൻ മെക്സിക്കോ, അതിന്റെ ഡയറക്ടറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ ദ CITOC സെമിനാർ ഓൺ ആൾട്ടർനേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന് ഒരുപാട് എഡ്യൂക്കേഷണൽ റീഫോം ഐഡിയാസ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ ഡീസ്കോളിംഗ് മൂവ്മെന്റിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമൽ സ്കൂളിങ്ങിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ എയിം. ഇനി ഇദ്ദേഹം 1998 മരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എഡ്യൂക്കേഷണൽ ക്രിറ്റിസിസം ആൻഡ് റിഫോമിന് കൊടുത്തിട്ടാണ് അദ്ദേഹം മരണം അടഞ്ഞിരിക്കുന്നത്. ഇനി മെയിൻ പബ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് ദ സ്കൂൾ ഈസ് ഡെഡ്. അതിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മോഡേൺ സ്കൂളിംഗ് സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് ആൾട്ടർനേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ. അവിടെ അദ്ദേഹം ന്യൂ ആൻഡ് ഫ്ലെക്സിബിൾ അപ്രോച്ചസ് ടു എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ഐഡിയാസ് നോക്കുകയാണെങ്കിൽ മാൻ എ സ്ലേവ് ഓഫ് ടെക്നോളജി. പ്രൈമർ പറയുന്നത് സ്കൂൾസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ചർച്ച് ഓഫ് എ ടെക്നോളജിക്കൽ സൊസൈറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അവർ സപ്പോർട്ട് ചെയ്യുന്നതും സ്പ്രെഡ് ചെയ്യുന്നതും ടെക്നോളജി അല്ലെങ്കിൽ ദ ഐഡിയ ഓഫ് ടെക്നോളജിയാണ്. അദ്ദേഹം പറയുന്നു സ്കൂൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ടെക്നോളജിക്കൽ വാല്യൂസ് ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ആളുകളെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മോഡേൺ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് ടെക്നോളജിയാണ്, പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻസിയാണ്. ഇൻഡിവിജ്വൽസിന്റെ കൊണ്ടുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ദേ ആർ എക്സ്പെക്റ്റഡ് ടു അഡ്ജസ്റ്റ് ടു ഇറ്റ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ടെക്നോളജി ആൻഡ് സൊസൈറ്റി, ഇപ്പൊ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു ടെക്നോളജി ഹ്യൂമൻ ലൈഫിനെയും തിങ്കിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെയാണ് പീപ്പിൾ ജീവിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ആളുകൾ ടെക്നോളജി ഇറ്റ് സെൽഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. അവർ ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ഹൗ ടു അഡാപ്റ്റ്, എങ്ങനെ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, ആളുകൾക്ക് അവരുടെ വ്യക്തിത്വം, അവരുടെ ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് അബിലിറ്റി, ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. പ്രൈമർ ബിലീവ് ചെയ്യുന്നത് ദ ഓൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രൂ എഡ്യൂക്കേഷനിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഒരു ഹോപ്പ്. പക്ഷേ അത് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആളുകളെ ഇപ്പോൾ ഒരു ടെക്നോളജി മാസ്റ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം, റദർ ദാൻ ബിക്കം സ്ലേവ്സ് ഓഫ് ഇറ്റ്. അതിൻ്റെ അടിമകളാവാനല്ല, അതിൻ്റെ ഉടമയാവാനാണ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യേണ്ടത്. അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം, ആൻഡ് ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സൊസൈറ്റിയും ക്രിയേറ്റ് ചെയ്യണം. ഡേഞ്ചേഴ്സ് ഓഫ് ടെക്നോളജിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ടെക്നോളജി ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ മോഡേൺ വാർഫെയർ ആൻഡ് വയലൻസിലേക്ക് വരെ ഇത് ലീഡ് ചെയ്യാം. അതൊരു ഗ്ലോബൽ റിസ്കിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓവർ പോപ്പുലേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, സോഷ്യൽ ഇൻഇക്വാലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അൺഈവൺ ആയിട്ട് എല്ലാവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് കോമ്പറ്റേറ്റീവ് കൺസംഷൻ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നോളജി പോലീസ്, സ്റ്റേറ്റ്സ് ആൻഡ് സർവീലിയൻസ് പോലുള്ള സപ്പോർട്ട് സിസ്റ്റംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് ആളുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻസി ഓൺ പ്രൊഡക്ഷൻ സിസ്റ്റംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഇതൊരു മെന്റൽ ഡോമിനേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഈവൻ ആളുകളുടെ തിങ്കിങ്, അവരുടെ ചിന്താഗതികളെ പോലും ഇത്തരത്തിലുള്ള ഡോമിനന്റ് ഐഡിയോളജീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ ഈസി എസ്കേപ്പ്. ഒരു സിമ്പിൾ വേ നമുക്ക് ഒരിക്കലുമില്ല ഈ ഒരു ടെക്നോളജിക്കൽ ഡോമിനേഷനിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട്. കാരണം നമ്മളെല്ലാവരും ട്രാപ്ഡ് ആണ് ഈ ഒരു മോണോലിത്തിക് സിസ്റ്റത്തിന്റെ ഉള്ളില്. ഓക്കെ, ഇവിടെ ഒരു ഐഡിയോളജിയാണ് ഈ സൊസൈറ്റിയെ മൊത്തം ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ ഒന്ന് ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെയാണ് പലരും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, ലോകത്താകമാനം എല്ലാ മനുഷ്യരുടെ മൈൻഡിനെയും ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രീഡത്തിനെയും ക്രിയേറ്റിവിറ്റിയും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന്റെ കോർ ഐഡിയ ആണ് ദ സ്കൂൾ ഈസ് ഡെഡ്. റേമർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, സ്കൂൾസ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത്
അത്ര പോരാ അല്ലെങ്കിൽ പോരായ്മകളുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ടെക്നോളജിക്കൽ സിസ്റ്റത്തിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇറ്റ് സെൽഫ് ഈസ് അൺസസ്റ്റൈനബിൾ. അതിന് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. argues that schools do not promote ട്രൂ എഡ്യൂക്കേഷനെയോ ഫ്രീഡത്തിനെയോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, മറിച്ച് ആളുകളെ ഇപ്പോൾ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് ഫിറ്റ് ആവുക എന്നുള്ളതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്രിറ്റിസിസം ഓഫ് സ്കൂൾ സിസ്റ്റം. ഇപ്പൊ സ്കൂൾസ് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അതാണ് അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് പോകുന്നത്. റദർ ദാൻ ട്രാൻസ്ഫോം ദം, ഒരു ഒബീഡിയൻസ്, കൺഫോമിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് റദർ ദാൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇപ്പൊ സ്റ്റുഡൻസിനെ എന്തിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നു? ഏതൊരു അതോറിറ്റിയും അക്സെപ്റ്റ് ചെയ്യുക വിതൗട്ട് ക്വസ്റ്റ്യനിങ്. ഇപ്പൊ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റം, അതായത് സ്കൂൾസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സിനെ, എക്സിസ്റ്റ് ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് സ്ട്രക്ചേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഇൻഡിവിജ്വൽസിനെ ഈ ടെക്നോളജിക്കൽ സൊസൈറ്റിയിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു റദർ ദാൻ ചേഞ്ച് ഇറ്റ്. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പെൻഡൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ ലേണേഴ്സ് സ്കൂൾസിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഫോർ നോളേജ്. അപ്പോൾ ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിന് പരത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എബിലിറ്റിയെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സെൽഫ് ലേണിങ്ങിനും ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിനും. അപ്പോൾ സ്കൂളിൻ്റെ ഒരു പോരായ്മ അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഡിവിജ്വൽസ് എന്താണ്? പാസീവ് ആണ്, കൺഫോമിംഗ് ആണ്, റദർ ദാൻ ആക്റ്റീവ് തിങ്കേഴ്സ് ആണ്. ഇനി ഇല്യൂഷൻ ഓഫ് സക്സസ്. ഇപ്പോൾ സ്കൂൾസിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം കിട്ടും, പക്ഷെ ഒരിക്കലും റിയൽ നോളജ് കിട്ടില്ല. പിന്നെ ഒരു തെറ്റായ ഒരു ധാരണ ഇത് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് വിഷനിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺട്രോളിന്റെ അടിമകളാവരുത്. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസിനെ അത് പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ ഗോൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ടെക്നോളജിയെ കൺട്രോൾ ചെയ്യാനും സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യാനും പറ്റണം. ഇനി ക്രിറ്റിക് ഓഫ് അൺലിമിറ്റഡ് പ്രോഗ്രസ്സിൽ പറയുന്നത് മോഡേൺ സൊസൈറ്റി സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദ ഐഡിയ ഓഫ് അൺലിമിറ്റഡ് പ്രോഗ്രസ് ആൻഡ് കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്. പക്ഷെ റെയ്മർ പറയുന്നു ഈ ബിലീഫ് തന്നെ ഇറാഷണൽ ആണ്, അതിന് യാതൊരു ലോജിക്കുമില്ല, അതുപോലെ തന്നെ അത് അൺറിയലിസ്റ്റിക് ആണ് ഒരു പ്രാക്ടിക്കൽ സൈഡിലൂടെ നോക്കുമ്പോൾ. അപ്പൊ അദ്ദേഹം പറയുന്നു ദ പ്രോമിസ് ഓഫ് എൻഡ്ലെസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കുള്ള ലിമിറ്റേഷൻസ്, നമ്മുടെ ഹ്യൂമൻ കണ്ടീഷൻസിനും റിസോഴ്സസിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതിനൊക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഈ എൻഡ്ലെസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു വാഗ്ദാനം മോഡേൺ സൊസൈറ്റി കൊടുക്കുന്നത്. ഇത് ഒരു ഇല്യൂഷൻ മാത്രമാണ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്ലാത്തൊരു കാര്യമാണ് റദർ ദാൻ ദ റിയാലിറ്റി. അടുത്തതാണ് പോപ്പുലേഷൻ ആൻഡ് ഗ്രോത്ത് കോൺട്രാഡിക്ഷൻ. ഇവിടെ പറയുന്നത് പ്രോഗ്രസ് ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്യാം ഇൻഡെഫിനിറ്റ്ലി, പക്ഷെ റിയാലിറ്റിയിൽ അത് ഒരിക്കലും സംഭവിക്കുന്നില്ല. ഓവർ പോപ്പുലേഷനും പ്രഷർ ഓൺ ദ റിസോഴ്സസും മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ മോഡേൺ സൊസൈറ്റി ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും the need for such control itself arises due to the unchecked growth and development. അത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യകത തന്നെ വരുന്നത്? ഇങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനുള്ള മെഷേഴ്സ് മോഡേൺ സൊസൈറ്റി എടുക്കുന്നുണ്ടെങ്കിലും ആ ആവശ്യം തന്നെ വരുന്നത് അൺചെക്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ടാണ്. പ്രോഗ്രസ്സിലൂടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ട്രംപ് ചെയ്യുന്ന പോലെ ഹോർമ്യൂസ് എന്ന് പറയുന്ന കടലെടുക്ക് ആദ്യം തുറന്നു കിടക്കായിരുന്നു, യുദ്ധമുണ്ടാക്കി അതിനെ അടപ്പിച്ചു, എന്നിട്ട് വീണ്ടും അത് തുറക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന പോലെ പ്രോഗ്രസ് കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇന്റേണൽ കോൺട്രാഡിക്ഷനിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇനി ദ റോൾ ഓഫ് സ്കൂളിംഗ് ഇൻ ഗ്രോത്ത്. പ്രൈമർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കുട്ടികളെ കുറെ കാലത്തോളം സ്കൂളിൽ കീപ്പ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ ടെമ്പറലി മാത്രമാണ് ഡിലേ ചെയ്യുന്നത്. ഇതൊരിക്കലും ആ ഒരു സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിന്റെ റൂട്ട് കോസസിനെ അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ അതിനൊരിക്കലും ഒരു റിയൽ സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഈ സിംറ്റംസിനെ ജസ്റ്റ് മാനേജ് ചെയ്യുന്നുള്ളൂ, അതിനെ സോൾവ് ചെയ്യുന്നില്ല. ബേസിക് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഓഫ് സൊസൈറ്റിനൊന്നും സ്കൂളിങ്ങിലൂടെ പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഈവൻ അതിന്റെ ബെനഫിറ്റ്സിൽ പോലും എന്തുണ്ട്? ഇന്നിക്വാലിറ്റി ഉണ്ട്. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് ഇൻക്ലൂഡിങ് സ്കൂൾസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. പ്രിവിലേജ്ഡ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിക്ക് മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടുകയും പാവപ്പെട്ടവർ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുക അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആണ്, എക്സ്ക്ലൂഡഡ് ആണ്. പെർ ക്യാപിറ്റ ബേസിക്സിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസിന് വളരെ കുറച്ച് ബെനിഫിറ്റ് മാത്രമാണ് എന്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ, സ്കൂളിങ്ങിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പൊ ഡെവലപ്മെന്റ് ഇവിടെ അൺഈക്വൽ ആണ്, അൺജസ്റ്റ് ആണ്.
അടുത്തത് കൺസംഷൻ പ്രോബ്ലം. ഇപ്പം എല്ലാ കൺട്രീസും അവരുടെ കൺസംഷൻ ലെവലിന്റെ മാക്സിമം എത്താൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അത് ഈ റിസോഴ്സിന്റെ യൂസിലേക്ക് ഒരു മാസീവ് ഇൻക്രീസ് ആണ് വരിക. അവിടെ ഒരു എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് വരും, മെറ്റൽസ് വരും, നാച്ചുറൽ റിസോഴ്സസ് വരും. ഇതൊരു എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷനിലേക്ക് തന്നെ നയിക്കും. ഒരു പ്രസന്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ്? അതൊരിക്കലും സസ്റ്റൈനബിൾ അല്ല, അത് അൺസസ്റ്റൈനബിൾ ആണ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് മോഡലിന്റെ അബ്സേർഡിറ്റി കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പ്രൈമർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഡെവലപ്മെന്റ് പ്രൊജക്ഷൻസ് പലപ്പോഴും സെൽഫ് കോൺട്രാഡിക്ടറി ആണ്, അൺറിയലിസ്റ്റിക് ആണ്. അതായത് ഈ പോപ്പുലേഷനും കൺസംഷനും സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് തന്നെ ഒരുപക്ഷെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഈ കണ്ടിന്യൂസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഐഡിയ തന്നെ ലോജിക്കലി ഫാൾസ് ആണ് എന്നുള്ളതാണ്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രൈമർ പറയുന്നു, ഒരിക്കലും ഒരു അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് പ്രോഗ്രസ് ഇല്ല. നാച്ചുറൽ ആൻഡ് സോഷ്യൽ ലിമിറ്റ്സ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ സ്കൂൾസ് ഈ ഫാൾസ് ബിലീവ് ഇൻ കണ്ടിന്യൂസ് പ്രോഗ്രസ് കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈ ഷേപ്പിംഗ് ദ പീപ്പിൾസ് തിങ്കിങ് ആസ് പെർ വാട്ട് ദേ വാണ്ട്. അപ്പൊ സ്കൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ ഐഡിയോളജിയുടെ പ്രൊമോട്ടേഴ്സ് ആണ്. അദ്ദേഹം പറയുന്നു സ്കൂൾസ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നു ദ ഐഡിയോളജി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സൊസൈറ്റി. അവർ എൻകറേജ് ചെയ്യുന്നു ഒരു അൺറെസ്ട്രിക്റ്റഡ് ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരും, അതിന്റെ കോൺസിക്വൻസസിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാതെ. അപ്പൊ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോള് ഈ ഒരു ഡോമിനൻസ് ഓഫ് ടെക്നോളജി റീഇൻഫോഴ്സ് ചെയ്യുക, ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ടെക്നോളജി സുപ്രീം ആണ്, അൺക്വസ്റ്റനബിൾ ആണ്. അതിന്റെ കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, ഫെയിലിയർ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ പോലും എന്താണ്? ഇൻക്രീസിംഗ്ലി എക്സ്പെൻസീവ് ആണ്. അപ്പൊ പല കൺട്രീസിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ പല കൺട്രീസിലെ പല ഫാമിലീസിനും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആസ് എ റിസൾട്ട് പല കൺട്രീസും മിനിമം അല്ലെങ്കിൽ ബേസിക് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ മാത്രം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അവിടെ എഡ്യൂക്കേഷന് വാല്യൂ ഇല്ലാതായി തീരുകയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ആൾട്ടർനേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷനിൽ പറയുന്നത് റെയ്മർ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം, ഒരു ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ പ്രോപ്പർ എഡ്യൂക്കേഷൻ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. ഒരു ഏർലി സ്റ്റേജിൽ തന്നെ പലരും ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ഫോർമൽ സ്കൂളിങ്ങിന്റെ ലിമിറ്റേഷൻ അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ലിമിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പല കൺട്രീസിനും മിനിമം എഡ്യൂക്കേഷൻ മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്. കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാഷണൽ ഇൻകമിന്റെയും അപ്പുറത്തേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയി മാറാണ്. ഒരു സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ പ്രിവിലേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം. അത് പ്രത്യേകിച്ച് ആരെയും ബെനഫിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ മീൻസ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്കൂളിനെ. ഇനി സ്കൂളിന്റെ കോസ്റ്റ്, ട്രൂ ലേണിങ്ങിന് സ്കൂളിംഗ് പലപ്പോഴും റിസൾട്ട് ചെയ്യുന്നത് ട്രൂ ലേണിംഗ് സംഭവിക്കുന്നില്ല, ക്രിയേറ്റിവിറ്റി സംഭവിക്കുന്നില്ല, ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റുഡൻസിനെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുന്നു rather than thinking independently. So there is a need for alternative education. ഈ എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് തന്നെ നമ്മൾ റീതിങ്ക് ചെയ്യണം, എഡ്യൂക്കേഷനെ റീഡിസൈൻ ചെയ്യണം. അത് എന്തിന് സൂട്ടബിൾ ആവുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ സൊസൈറ്റി. ഇവിടെ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം? അതിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യണം. മീനിങ് വാട്ട് ഈസ് ടോട്ട്, എന്താണ് പഠിപ്പിക്കുന്നത്. ഓർഗനൈസേഷൻ, എങ്ങനെയാണ് എഡ്യൂക്കേഷനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫിനാൻസ്, ഹൗ എഡ്യൂക്കേഷൻ ഈസ് ഫണ്ടഡ്. ന്യൂ വ്യൂ ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത് നമ്മൾ നേച്ചർ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് മനസ്സിലാക്കണം, പർപ്പസ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് മനസ്സിലാക്കണം, അതുപോലെ തന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സൊസൈറ്റി. അപ്പൊ ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക, അത് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺട്രോളിൽ നിന്നും ടെക്നോളജിക്കൽ ഡോമിനേഷനിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നായിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യൂണിറ്റ് 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്.